പറയാനില്ല. കേൾക്കുക, തുടർന്ന് കേൾക്കുക. ഈ 1,44,000 ഉൾപ്പെട്ടതാണ് ഈ 1,44,000 പേർ. മൂന്നാമതവരെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായി പറയുന്നത് ഇവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ശ്രദ്ധിക്കുക, ഇവിടെ മുതൽ വരുന്ന ദുരുപദേശം നോക്കുക. ഷണ്ടന്മാരുടെ കാര്യമെല്ലാം പറയുന്നത് യേശു പറഞ്ഞ പ്രകാരം ഇനി വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത് എന്ന് അവർ പഠിപ്പിക്കുന്നു. അവിടെ വ്യക്തമായി കർത്താവ് പറയുന്നു, വരം ലഭിച്ചവർക്കല്ലാതെ ഇത് ഗ്രഹിക്കില്ല, അത് എവർക്കൊന്നും ഗ്രഹിച്ചിട്ടില്ല. അതിന് അവിടെ അവർ ട്വിസ്റ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് പോകുന്നു. ശ്രദ്ധിക്കുക. ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ്. ചിലർ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പറയാറുണ്ട്, കന്യകമാരും സ്ത്രീകളും കൂടെ മാലിന്യപ്പെടുന്നപ്പോൾ അത് തെറ്റായ ഒരു പ്രവണതയല്ലേ, അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് മാലിന്യപ്പെടുന്നത് ഒക്കെ ചോദിക്കാം. പലവിധത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് വഴിവെക്കും. നമ്മുടെ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിൾ 1918 പ്രസിദ്ധീകരിച്ചത്. ഈ ബൈബിൾ ഇത് ശ്രദ്ധിക്കണേ. അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ. ഈ വചനത്തെ എടുത്ത് വളച്ചൊടിക്കാനായിട്ട് അവർ എവിടെ നിന്നല്ല എന്തെല്ലാം കൊണ്ടുവന്ന് നോക്കുക. ഇനി ഇവരോട് പറയുന്നത് കന്യകമാരാകയാൽ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. അതായത് ഇവർ പറയുന്നത് വിവാഹം കഴിഞ്ഞാൽ മാലിന്യപ്പെട്ടു പോകും എന്നാണ്. ബൈബിൾ പറയുന്നു വിവാഹം വിശുദ്ധം, ദൈവം ശുദ്ധീകരിച്ചതിന് നീ മലിനമെന്ന് എണ്ണുന്നുവോ? പ്രിയപ്പെട്ട TPM സഭാ പുരോഹിതന്മാരെ, വിശ്വാസികളെ, ഇവരുടെ ദുരുപദേശം കേൾക്കാൻ നിങ്ങൾ ചെവി കൊണ്ട് വെച്ചു കൊടുത്താൽ നിങ്ങൾക്കും അതേ പാപം തന്നെയാണ്. വിവാഹം വിശുദ്ധമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർ വിവാഹം കഴിച്ചാൽ അത് മാലിന്യപ്പെടുമെന്ന്. ഇനി പുരോഹിതന്മാർ അവരങ്ങനെ ചോദിക്കും. ഞാൻ അടുത്ത് കുറച്ച് TPM വിശ്വാസികളെ കണ്ടു. ഇതിനടുത്ത് എന്നെ വിളിച്ചോണ്ട് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് പറയുന്നത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ TPM വിശ്വാസികളോടല്ല, നിങ്ങൾ പെറ്റുപെരുകി സന്താനപുഷ്ടിയുള്ളവരായി വാഴുവിനെന്ന് പറഞ്ഞതിനൊക്കെ വിരുദ്ധമല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് വിശ്വാസികളോടല്ല, ഞങ്ങൾ പുരോഹിതന്മാരോടാണ്. പുരോഹിതന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നു, യേശു പറയുന്നു, പൗലോസ് പറയുന്നു എന്ന് ആ വാക്യങ്ങളെ കോട്ട് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം നോക്കുക. 1 തിമോഥെയോസ് 3-ാമത്തെ അധ്യായത്തില് പുരോഹിതന്മാരെ കുറിച്ച് പറയുന്ന നോക്കുക. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യകാരനായിരിക്കണം, ഏക ഭാര്യയുടെ ഭർത്താവും, നിർമ്മലനും, ജിതേന്ദ്രിയനും, സുശീലനും, അതിഥിപ്രിയനും, ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. ആര്? അധ്യക്ഷൻ, സഭയുടെ അധ്യക്ഷൻ. അടുത്ത് ശാന്തനും, കലഹിക്കാത്തവനും, ദ്രവ്യാഗ്രഹമില്ലാത്തവനും, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും, മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണയിൽ പാലിക്കുന്നവനും ആയിരിക്കണം. പുരോഹിതനെ കുറിച്ച് പറയുന്നതാണ്. അടുത്ത് സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പാലിക്കും? ശുശ്രൂഷകന്മാർ, കേട്ടുകൊള്ളുക, നിങ്ങൾ പറയുന്നു ശുശ്രൂഷകന്മാർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്. ഇവിടെ 3:12 വ്യക്തമായി പറയുന്നു, ശുശ്രൂഷകന്മാർ ഏക ഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവനുമായിരിക്കണം. നിങ്ങൾ വിവാഹം കഴിക്കണ്ട എന്നാണ് പറയുന്നത്. പുരോഹിതന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകർ വിവാഹം കഴിക്കണ്ടെന്ന് നിങ്ങളല്ലേ ദുരുപദേശം പഠിപ്പിക്കുന്നത്? ഈ നിങ്ങളുടെ വായിലല്ലേ ഭോഷ്കുള്ളത്? ഇതിന്റെ 14 പറയുന്നത് ഭോഷ്ക അവിടെ വായിലുണ്ടായിരുന്നില്ല, അവർ കളങ്കമില്ലാത്തവർ തന്നെ. 7ഉം 6ഉം ആ വാക്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിനുള്ള നിങ്ങൾ പറയുന്ന വാക്യങ്ങളെല്ലാം തെറ്റായിട്ടുള്ള വാക്യങ്ങളാണ്, നിങ്ങൾ വ്യാഖ്യാനിച്ചോളൂ. അടുത്ത് അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞപ്പോൾ സ്ത്രീകളോട് എന്നാണ്. സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവരെന്ന് പറഞ്ഞാൽ എന്താണെന്നത് പറഞ്ഞുതരാം. അതിന് ഒരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 18:4. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എൻ്റെ ജനമായുള്ളവരെ, അവളുടെ സ്ത്രീകളാണ്. അതായത് കർത്താവിടെ ഉദ്ദേശിക്കുന്നത് സഭയാണ്, ദൈവസഭയല്ല, എതിർ ക്രിസ്തുവിൻ്റെ സഭയാണ്. ക്രിസ്തുവിൻ്റെ സഭ അത് വിശുദ്ധവും നിർമ്മലവുമാണ്, കന്യകമാരാണ്. അതല്ലാത്ത സഭയിൽപ്പെട്ടിരിക്കുന്ന ജനങ്ങളെ പുറത്തേക്ക് വിളിക്കുന്നത്, ഞാനിപ്പോൾ ഈ TPM സഭയിലിരിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ സന്തതികളെ പുറത്തേക്ക് വിളിക്കുന്ന വിളി തന്നെയാണ്. അതിന് തന്നെയാണിത് പറയുന്നത്. അല്ല ഞാൻ ഇത്രയും വചനം കണ്ടുപിടിച്ചു നിങ്ങളെ കുറച്ചൊന്ന് തെറ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടൊന്നല്ല. തെറ്റ് കാണിച്ചു തരണം. അതിലൂടെ ദൈവത്തിൻ്റെ ജനമായിട്ട് ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർ പുറത്തേക്ക് വരണം. ഇത് യേശുവിൻ്റെ ഇഷ്ടമാണ്. അവരുടെ സംഖ്യ തികഞ്ഞ ശേഷമേ യേശുവിന് വരാൻ കഴിയുള്ളൂ. ജാതികളുടെ സംഖ്യ തികയണം. ഓക്കെ. അപ്പോൾ അവിടെ പറയുന്നു, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ, ഇവിടെ അവളുടെ എന്ന് പറഞ്ഞാൽ സംഘടനാ സഭ, സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ അത് അടുത്ത വാക്യത്തിൽ പറയാം. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ഒരു കാര്യം നോക്കുക. അവിടെ സ്ത്രീകളോട് എന്നാണ്, ഒന്നിലധികം, സ്ത്രീയോട് എന്നല്ല. ഒരു പുരോഹിതൻ ഒന്നിലധികം സ്ത്രീകളുടെ വിവാഹം കഴിക്കുന്നെങ്കിൽ പുരോഹിതനാവാൻ പറ്റില്ലല്ലോ.
അപ്പോൾ സ്ത്രീകളോട് മാലിന്യപ്പെടാത്തത് എന്ന് പറഞ്ഞാൽ അത് സഭയാണ്, എതിർ ക്രിസ്ത്യൻ സഭയാണ്. ഇനി ഇവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 12:2. അവൾ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ടു നിലവിളിച്ചു. അതിൽ വാൽ ആകാശത്തിൽ നക്ഷത്രങ്ങളിൽ 3 വലിച്ചുകൂട്ടി ഭൂമിയിൽ എറിഞ്ഞു. സ്ത്രീ പ്രസവിപ്പാറായ സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയാൻ മഹാസർപ്പം അവിടെ മുമ്പിൽ നിന്ന്, അതായത് യഹൂദ ജനം, അതാണ് സഭ, ഇസ്രായേലിൽ നിന്നാണ് അതിൽ നിന്ന് യേശുക്രിസ്തു വരുന്നത്. ഈ യേശുക്രിസ്തു വരുന്ന അവിടെ ഒരു സഭ ആയിട്ടാണ് സ്ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകളോട് മാലിന്യപ്പെടാന്ന് വെച്ചാൽ യഹൂദ നിയമപ്രകാരമുള്ളതല്ലാതെ ഗോത്രമായിട്ടുള്ളതല്ലാതെ ഒരു ഗോത്രം മറ്റൊരു ഗോത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കരയിൽ നിന്നോ വിവാഹം കഴിക്കാത്തവരാണ് ഈ യഹൂദന്മാർ. ഈ 144,000 പേർ ഇപ്പോൾ ഇസ്രായേലില്ല, ഏറിയ ഭാഗവും പുറത്ത് കിടക്കുകയാണ്. അവർ ഈ വരുന്ന യുദ്ധങ്ങളിൽ മരിക്കുമോ? ഇസ്രായേലിലുള്ള ജനം മുഴുവൻ മരിക്കും. ഏറിയ ഭാഗവും മരിച്ചതിന് ശേഷം ഇവിടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറി കിടക്കുന്ന ഈ ഒറിജിനൽ സീഡ് അവർ തങ്ങളുടെ ഗോത്രത്തിൽ നിന്ന് മറ്റൊരു ഗോത്രത്തിൽ പോയി വിവാഹം കഴിക്കാറില്ല. സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവരാണ്. അങ്ങനെ അവരെ പിന്നത്തേതിൽ അവിടെ കൊണ്ടുപോവുകയും അവിടെ അവർ കൊല്ലപ്പെടുകയും ചെയ്യും. അങ്ങനെ കൊല്ലപ്പെടുന്നവരാണ് ഈ 144,000 പേരും കൊല്ലപ്പെടുന്നതാണ്. അതെങ്ങനെ നിങ്ങളാകും? ഈ കോടിക്കണക്കിന് TPM CPM വിശ്വാസികൾക്ക് ഒരു വചനമൊന്നും മനസ്സിലാകുന്നില്ലേ? നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്ന് കർത്താവ് ചോദിച്ചിരിക്കുന്ന പോലെ ഈ TPM പുരോഹിതന്മാർ പിശാചിനാൽ നിങ്ങളെ ജനത്തെ മുഴുവനും ക്ഷുദ്രം ചെയ്ത് മയക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നുമില്ല. ഓക്കെ, ഇനി അവർ പറയുന്ന നോക്കുക സ്ത്രീകളോട് മലിനപ്പെടാത്തതെന്ന്. അപ്പോൾ പുരോഹിതന്മാർ വിവാഹം കഴിക്കണം എന്നുള്ളത് അറിയാലോ. ഇനി വിവാഹം കഴിക്കണ്ട എന്ന് പറയുന്ന വാക്യങ്ങൾ ശ്രദ്ധിക്കാം. അവർ പറയുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ വായിച്ചാൽ അതിലെഴുതിയിരിക്കുന്നത് അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. എന്ന് 2013 ബൈബിൾ സൊസൈറ്റി അതേപോലൊരു ബൈബിൾ ഇറക്കി. ആ ബൈബിളിന്റെ പ്രത്യേകത ആധുനിക വിവർത്തനം എന്നാണ് അതിന്റെ പേര്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആധുനിക വിവർത്തനം. ആധുനിക വിവർത്തനം ബൈബിളിന്റെ പ്രത്യേകത എന്ത്? അതായത് കല്യാണം കഴിക്കാത്തവരാണെന്ന് കാണിക്കാനായിട്ട് വിവിധ ഭാഷകളിലുള്ള വേർഷനിലുള്ള ബൈബിൾ കൊണ്ടുവന്നിട്ട് കല്യാണം കഴിക്കാത്തവരാണ് എന്ന് തമിഴിലും അവിടെ ഹിന്ദിയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതിനെ എടുത്ത് കാണിച്ചിട്ട് പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം ദുരുപദേശമാണ്. ശരിയായതോടെ കിടക്കുന്നു. സഭാ അധ്യക്ഷൻ അല്ലെങ്കിൽ പുരോഹിതൻ വിവാഹം കഴിക്കണം. ഇനി യേശു പറഞ്ഞത് ഷണ്ടന്മാർ തങ്ങളെ തന്നെ ഷണ്ടന്മാർ, ആ ഭാഗം എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും ഇവരുടെ ആ ഭോഷത്രം എന്താണെന്ന്. കളങ്കമില്ലാത്തവരെന്ന് പറയുന്നത് ഇവരിൽ ആണെന്നാണ് പറയുന്നത്. ഇവർ കളങ്കമുള്ളവരാണ്. ഭോഷ്ക്ക് ഇവരുടെ വായിലേ ഉള്ളൂ, ഹൃദയത്തിലും കിടക്കുകയാണ്. ചോദിച്ചാൽ ഈ ബൈബിള് മൂലഭാഷയുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവർത്തനം ചെയ്തു. എന്നാൽ ആധുനിക വിവർത്തനത്തിൽ അതിലെ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിവർത്തനം ചെയ്തു. നിങ്ങൾക്കൊരു പക്ഷേ ബൈബിൾ സൊസൈറ്റിയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ആധുനിക വിവർത്തനം ബൈബിൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആ ആധുനിക വിവർത്തനം ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വാക്യം വെളിപ്പാട് 14:3 ആധുനിക വിവർത്തനം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളോട് ബന്ധം പുലർത്താത്ത ജിതേന്ദ്രിയരാണിവർ. അങ്ങനെ ആധുനിക ബൈബിളും കൊണ്ടുവന്നിട്ട് വിവാഹം കഴിക്കാതെ സ്വർഗത്ത് പോകാമെന്നും നിങ്ങൾ പുരോഹിതന്മാരാണ്, കപടമില്ലാത്തവരാണെന്ന് നിങ്ങളാണ് ഭോഷ്ക്ക് പറയുന്നവർ, നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ഈ പുരോഹിതന്മാർ മുഴുവനും അത് തന്നെയാണ്. വിശ്വാസികളെയും ഭോഷ്ക്ക് പഠിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക. അടുത്ത് ഇതിപ്പോൾ ഇവരുടെ ഈ അവകാശവാദം കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കുക. മാലിന്യപ്പെടാത്തവർ എന്ന് വെച്ചാൽ അവിവാഹിതരായിരുന്നവർ. അതുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, എന്താ പറഞ്ഞത്? വരം ലഭിച്ചവരല്ലാതെ ആരും ഇത് ഗ്രഹിക്കുന്നില്ല. എന്താണ്? മത്തായി സുവിശേഷം 19-ാം അധ്യായത്തില് യേശുവിന്റെ അടുക്കൽ വന്ന് പുരോഹിതന്മാർ ചോദിക്കും, ഉപേക്ഷണ പത്രം എഴുതി കൊടുത്തിട്ട് സ്ത്രീയെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചോദിക്കുകയാണ്. ഇവർ ആ കാര്യം സംസാരിച്ച് വന്ന് എവിടെ കൊണ്ട് കണക്ട് ചെയ്തെന്ന് നോക്കിക്കൊള്ളുക. മത്തായി 19, ഞാനത് വായിച്ച് തന്നെ പറഞ്ഞുതരാം. ഇവർ പറയുന്നത് പറയട്ടെ, പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാനത് പറഞ്ഞുതരാം. വരം ലഭിച്ചവരല്ലാതെ ആർക്കും ഗ്രഹിക്കുവാൻ കഴിയാത്ത യാഥാർത്ഥ്യം ലോകത്തിൽ 3 വിധത്തിലുള്ള ഷണന്മാരുണ്ട്. ഒന്ന്, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് തന്നെ ഷണന്മാരായി ലോകത്തിൽ ജനിച്ചവർ. രണ്ടാമത്, മനുഷ്യരാൽ ഷണന്മാരാക്കി തീർക്കപ്പെട്ടതായ ഷണന്മാർ. 3, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണന്മാരാക്കി തീർത്തവർ. ഇത് പറഞ്ഞിട്ട് യേശു പറഞ്ഞു, ഗ്രഹിപ്പാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ, ഗ്രഹിക്കുവാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ. വരം ലഭിച്ചവർക്ക് മാത്രം ഗ്രഹിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ക്ഷണന്മാരാക്കി
സൂക്ഷിക്കുന്ന, വിവാഹ ജീവിതം വേണ്ട എന്ന് വെച്ച് ചാരിത്രശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് കന്യാവ്രത ഈ സാത്താന്യ ഉപദേശം ഇടയ്ക്ക് കുത്തി കയറ്റുന്നുണ്ടോ? വിവാഹം കഴിക്കാത്ത, ചാരിത്രശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ വരം ലഭിച്ചവർക്കല്ലാതെ മറ്റാരും ഇത് ഗ്രഹിക്കില്ല എന്ന് മത്തായി 19:11 പറയണം. അവൻ അവരോട് വരം ലഭിച്ചവർക്കല്ലാതെ എല്ലാവരും ഇത് ഗ്രഹിക്കില്ല. ഇത് അതിന്റെ മുകളിലോട്ട് പറഞ്ഞ ഭാഗമാണ്. എന്നിട്ടാണ് അമ്മയുടെ ഗർഭത്തിൽ എന്നുള്ളത്. നോക്കട്ടെ, ഇത് അല്പം കഴിഞ്ഞ് ഞാനിത് വിശദീകരിച്ചു തരാം. ഇത് വിവാഹം കഴിക്കാതിരിക്കുന്ന നന്ന് എന്നിവിടെ പറയുന്നുണ്ട്. അത് അവരെടുത്തിട്ട് പറയുന്നുണ്ട്. അത് എന്തിനാണ് അവിടെ വിവാഹം കഴിക്കാതിരിക്കുന്നത് പറഞ്ഞുതരാം. അവിവാഹിതരായി ബ്രഹ്മചാരികളായി സ്ത്രീകളോട് മാലിന്യപ്പെടാതെ ജീവിക്കുന്ന 1,44,000 പേർ ക്രിസ്തുവിനോടുകൂടെ സിയോൻ മലകൾ നിൽക്കണം. അതാണ് 44,000 പേർ. ഇവിടെ 4ാമത്തെ യോഗ്യത പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3ാമത്തെ യോഗ്യത പറഞ്ഞത് സ്ത്രീകളോട് മാലിന്യപ്പെടാത്തവർ. ഇവരുടെ ദുരുപദേശം ശ്രദ്ധിച്ചിട്ട് മുകളിലോട്ട് പോവാം. അടുത്തതിലേക്ക് പോവാം, 4ാമത്തതിലേക്ക് പോവാം. ഇവിടെ 3ാമത്തത്. ഇത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിൽ 3ാമത്തെ വാക്യത്തിൽ പരീശന്മാരെ അവിടെ അടുക്കൽ വന്ന് ചോദിക്കാൻ, ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനോട് പരീക്ഷിച്ച് ചോദിച്ചു. ഓക്കെ, അതിൻ്റെ താഴോട്ട് കർത്താവ് പറയുന്നു, ഞാനോ നിങ്ങളോട് പറയുന്നത് 9ാമത്തെ വാക്യത്തിലാണ്. പഴയ നിയമത്തിൽ ഹൃദയകാഠിന്യം കൊണ്ട് എത്ര എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അടുത്ത 9 പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തപ്പോൾ അതിൻ്റെ ഒരു ഇത് കണ്ടില്ല. അവർ വ്യക്തമായി ഇതിനെ പറയുന്നുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിച്ചാൽ ഇത് പിടി കിട്ടുള്ളൂ. യേശുവിനോട് ശിഷ്യന്മാർ ചോദിച്ചു. അതിന് യേശുവോട് പറയാണ്, അപ്പോൾ പഴയ നിയമത്തിൽ ഉപേക്ഷാപത്രം എഴുതി കൊടുത്തിട്ട് ഉപേക്ഷിക്കാം, എപ്പോൾ വേണമെങ്കിലും ആരെ ഉപേക്ഷിക്കാം, വേറെ വിവാഹം കഴിക്കാം, വേറെ പ്രശ്നമില്ല, അവർ ജീവിച്ചിരുന്നാലും പ്രശ്നമില്ല. ഓക്കെ, പക്ഷേ യേശു അത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, മശിക വരുമ്പോൾ, അതായത് മശിക വരുമ്പോൾ അവൻ ഒരാഴ്ചത്തേക്ക് നിയമം കഠിനമാക്കും. ഒരാഴ്ച എന്ന് വെച്ചാൽ 7 വർഷം. 7 വർഷം കർത്താവിൻ്റെ വരവിൽ നിയമം കഠിനമാക്കുമെന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ വന്നപ്പോൾ യേശു അതിനെ കഠിനമാക്കുകയാണ്. ഓക്കെ, അവിടെ അതിപ്പോൾ പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗം നിമിത്തമല്ലാതെ ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ വിവാഹം കഴിക്കുന്നതും വ്യഭിചാരം ചെയ്യുന്നു. അത് പണ്ട് ഉപേക്ഷണപത്രം എഴുതി കൊടുക്കാം, ഭാര്യ ജീവിച്ചിരിക്കാം, കുഴപ്പമില്ല, വ്യഭിചാരം ആവില്ല. എന്നാലത്തെ നിയമം മാറി. യേശു വരുന്നത് പഴയ നിയമകാലത്താണ്. യേശുവിൻ്റെ വായിൽ നിന്ന് ഈ വചനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആമേൻ. എപ്പോൾ വരെ? ഈ വചനത്തിനെ രൂപാന്തരപ്പെടുത്തി പറയുന്നത് വരെ. ഇന്ന് പെന്തക്കോസ്തിലെ പുരോഹിതന്മാർ 2-3 വിവാഹം കഴിച്ചിട്ടും പുരോഹിതന്മാരായിരിക്കുന്നു. 2ാമത്തെയോ 3ാമത്തെയോ ഭാര്യമാരോടൊപ്പം തന്നെ, അല്ലെങ്കിൽ 2ാമത്തെയോ മറ്റുള്ളവർ ജീവിച്ചിരിപ്പുണ്ട്. ഈ ഒരു വാക്യമാണ് പഠിക്കുന്നത് അവർ. പക്ഷേ ഇതിൻ്റെ കാലം കഴിഞ്ഞു. ഇത് യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും, അവൻ വന്ന് വരുവാനുള്ളത് നിങ്ങളെ അറിയിക്കും. അവനെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവനെ തള്ളുന്നവൻ എന്നെ അയച്ചവനും തള്ളുന്നു. റോമർ 7:1 കൊരിന്ത്യർ 7 അവിടെ വ്യക്തമായി പറയുന്നു, ഭാര്യയോ ഭർത്താവോ ജീവിച്ചിരിക്കുന്നിടത്തോളം ഭർതൃന്യായ പ്രമാണ സംബന്ധമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ വിവാഹം കഴിക്കാം, ഇല്ലാതെ വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. അത് പിന്നത്തെ പുതിയ നിയമസഭയിൽ. അപ്പോൾ ഇവരെന്ത് പറയും? അപ്പോസ്തലൻ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി അപ്പോസ്തലനല്ല മരിച്ചത്, യേശു ക്രിസ്തുവാണ്, ഇത് മതി എന്ന് പറയും. മരിച്ചു പോകും. ഇതിൻ്റെ കാലം കഴിഞ്ഞു. കാര്യം യേശു തന്നെ പറഞ്ഞു, അവർ വരുമ്പോൾ വരുവാനുള്ള കാര്യം പറയും. ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ കഠിനമാക്കുകയാണ്. അപ്പോൾ വ്യഭിചാര കുറ്റത്തിലാണെങ്കിൽ അല്ലെങ്കിൽ വരസംഗത്തിലാണെങ്കിൽ ഉപേക്ഷിക്കാം, വേറെ വിവാഹം കഴിക്കാം. അപ്പോൾ 2ാമത്തെ കാര്യം പറയുന്നതിന് ഇവരെങ്ങനെ വളച്ചടിക്കുന്നു നോക്കുക. അടുത്ത് പറയാണേ, ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. എങ്ങനെ? ഭാര്യ ഇരിക്കെ ഒരുത്തിയെ ഉപേക്ഷിച്ചിട്ട് പരസംഗത്താൽ അല്ലാതെ. ഇവിടെ യേശു പറയുന്ന പ്രകാരം പരസംഗത്തിലാണെങ്കിൽ ഭാര്യ ജീവിച്ചിരുന്നാലും വേറെ വിവാഹം കഴിക്കാം. എന്നാൽ അപ്പോസ്തലൻ വന്നപ്പോൾ പറഞ്ഞ് പരസംഗത്താലാണെങ്കിൽ ശരി തന്നെ, വേണമെങ്കിൽ ഉപേക്ഷിക്കാം, പിരിഞ്ഞു എന്ന് വരികിൽ തനിയെ നിന്ന് കൊള്ളണം, പിന്നെ വിവാഹം കഴിക്കാൻ പറ്റില്ല. കാര്യം എന്ത്? മറ്റേ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ തങ്ങൾക്ക് ബോധിച്ചവരാകാം, വിശ്വാസിയാണെങ്കിൽ വിശ്വാസിയോടും കൂടെ തന്നെ ആകണമെന്ന് പറയുന്നുണ്ട്. ഇനി യേശു പറയുന്ന 2ാമത്തെ കാര്യം, TPM പുരോഹിതന്മാരെടുത്ത് ഈ പുരോഹിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. വിവാഹം കഴിക്കാതിരിക്കുന്ന നന്ന് എന്ന് പറഞ്ഞു. അവിടെ യേശു അല്ല പറഞ്ഞത്, അവിടെ കൂടിയിരുന്ന, അന്ന് പരിശുദ്ധാത്മാവ് പോലും ലഭിക്കാത്ത കൂടിയിരുന്ന അവരാണ് പറഞ്ഞത്. നോക്കുക, അതാണ് ഇവർക്ക് ദൈവവചനം. യേശു പറഞ്ഞതിന് അവരെടുക്കുന്നില്ല. ഓക്കെ, വ്യഭിചാരം ചെയ്യുന്നു. ശിഷ്യന്മാർ ചോദിക്കുകയാണ്, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് സ്പഷ്ടമായി സംസാരിക്കുന്നു. 1 മണിക്കൂർ 28 മിനിറ്റ് എന്തോ ഉള്ള വീഡിയോ ആണ് എനിക്ക് കിട്ടിയത്. അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്ത് എടുത്തത്. അതിൽ ആ ഒരു ഭാഗം കണ്ടില്ല. പിന്നെ ഇന്ന് ഞാൻ ഒന്നുകൂടെ
റെഫർ ചെയ്ത സമയത്താണ് അത് കാണാതായത്. അവർ വ്യക്തമായി പറയും, ഈ വാക്യം എടുത്ത് പറയുന്നുണ്ട്. അവർ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നാൽ അതിന് ഫുൾ വീഡിയോ എൻ്റെ അടുത്തുണ്ട്, ഞാനത് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓഡിയോ കേൾപ്പിച്ചു തരാം. അപ്പോൾ ഇവിടെ വ്യക്തമായി പറയുന്നത് നോക്കൂ, സ്ത്രീയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അവസ്ഥ, ശിഷ്യന്മാർ അവനോട്, ശിഷ്യന്മാർ പറയുന്നതാണ്, യേശു പറഞ്ഞതല്ലേ. ഇവിടെ പറയുന്നത് യേശു പറഞ്ഞു വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് നല്ലതെന്ന് പറഞ്ഞു. ആര്? യേശു പറഞ്ഞു. യേശു അല്ല ഇവിടെ പറയുന്നത്. ഇനി എന്താണ് ഇവിടെ പറഞ്ഞതെന്ന് കേൾക്കണം. അതിപ്പോഴും മനസ്സിലാകുന്നില്ലായിരിക്കും. നോക്ക്, മനസ്സിലാക്കി തരാം. മനുഷ്യൻ്റെ അവസ്ഥ എങ്ങനെയെങ്കിൽ അതാണ് പ്രാധാന്യം. അതായത് വ്യഭിചാരത്തിൽപ്പെട്ട് ഉപേക്ഷിച്ച ഒരു സ്ത്രീയെ വേറെ ഒരുവൻ വിവാഹം കഴിക്കുന്നു എങ്കിൽ അവൻ വ്യഭിചാരം ചെയ്യുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കരുത് എന്ന സന്ദേശം ഇവർക്ക് കിട്ടിയത് കൊണ്ട് ഇവർ പറയുകയാണ്, മനുഷ്യന്മാർ അവനോട് സ്ത്രീയെ സംബന്ധിച്ച്, അതായത് ഉപേക്ഷിച്ച ഒരുത്തിയാണ് എങ്കിൽ സ്ത്രീയെ സംബന്ധിച്ച് അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. ആരെ? ഉപേക്ഷിച്ചവളെ. ഇങ്ങനെയാണ് ബൈബിൾ സംസാരിച്ചിരിക്കുന്നത്. ഉപേക്ഷിച്ചവളെ, ഒരുവൻ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടു, ഒരുത്തിയെ ഉപേക്ഷിച്ചു, അവൻ വേറെ വിവാഹം കഴിച്ചു. അപ്പോൾ ഇത് 1 പറയുന്നുണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിക്കുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. കാര്യം എന്താ? ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ യേശു വ്യക്തമായി പറയുന്നു, പരസംഗത്തിൽ പിടിക്കപ്പെട്ടാൽ ഉപേക്ഷിക്കാം, വേറെ നിനക്ക് വിവാഹം കഴിക്കാം. പക്ഷെ ഒരുത്തിയെ ഉപേക്ഷിച്ചു. പഴയ നിയമപ്രകാരം അവൾ വഴിവെക്കിൽ പോയിരിക്കണം, തലയിൽ തുണി മൂടുപടം ഇട്ടുകൊണ്ട്. മൂടുപടം എന്തിനെ കാണിക്കുന്നു? പാപത്തെ കാണിക്കുന്നു. താൻ പാപിയാണ്. ഇന്നത്തെ സഭകളിലെല്ലാം മൂടുപടം ഇട്ടിരിക്കുന്നു. ഇവരുടെ പാപം മോചിച്ചിട്ടില്ല. പാപം മോചിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണം, അപ്പോഴേ പാപം മോചിക്കപ്പെടുള്ളൂ. അതുകൊണ്ടാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ള എല്ലാവരും പള്ളിയിൽ മൂടുപടം ഇട്ടിരിക്കുന്നത്. ശരിയാണ്, ഹൃദയത്തിൽ കിടക്കുന്നത് തലയിൽ കാണിക്കുന്നു, പാപിയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല. എങ്ങനെ? ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നന്നല്ല എന്നാണ് പറഞ്ഞത്. അതാര്? മറ്റവന്മാർ കൂടെ നിന്നവർ പറഞ്ഞതാണ്. അത് യേശു പറഞ്ഞതാക്കിക്കൊണ്ട് സഭയിൽ മൊത്തം പഠിപ്പിക്കുന്നു. യേശു പറഞ്ഞിരിക്കുന്നു വിവാഹം കഴിക്കുന്നത് നന്നല്ല, അതുകൊണ്ട് പുരോഹിതന്മാർ വിവാഹം കഴിക്കുന്നില്ല. എന്തൊരു പൈശാചിക ഉപദേശമാണ് സഹോദരന്മാരെ. നിങ്ങൾക്ക് ഇത്രയും കാലം ഇതൊന്നും പിടികിട്ടിയതുമില്ല. അതിന് പരിശുദ്ധാത്മാവ് ആണെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത കാര്യം, ഇവരുടെ ടെസ്റ്റ്. അപ്പോൾ ഇതൊന്നും മനസ്സിലായല്ലോ. മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയെങ്കിൽ വിവാഹം കഴിക്കുന്നത് നന്നല്ല, അതായത് ഉപേക്ഷിച്ചവളെ വിവാഹം കഴിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അടുത്ത്, അവൻ അവരോട്, ഇനിയാണ് യേശു പറയുന്നത്, ഇത് ഇത്രയും കൂടി എന്നവർ പറഞ്ഞതാണ്. അവൻ അവരോട്, വരം ലഭിച്ചവർക്കല്ലാതെ എല്ലാവരും ഇത് ഗ്രഹിക്കില്ല. ആമേൻ. അപ്പോൾ വരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാനം. അതാണ് പരിശുദ്ധാത്മാവ്. ഈ നിങ്ങൾക്ക് മത്തായി 13-ാമത്തെ അധ്യായത്തിൽ വായിച്ചു നോക്കുക. യേശു ഉപമയായിട്ട് പറഞ്ഞിട്ട് ശിഷ്യന്മാർ, ഇവരെല്ലാവരും പോയ ശേഷം ശിഷ്യന്മാരൊന്ന് ചോദിക്കുകയാണ്, കർത്താവെ നീ എന്താണ് ഉപമയായി പറയുന്നതെന്ന്. അവിടെ യേശു പഠിപ്പിക്കുകയാണ്, നിങ്ങൾക്കോ വരം ലഭിച്ചിരിക്കുന്നു. കണ്ടോ? പുറത്തുള്ളവർക്കോ വരം ലഭിച്ചിട്ടില്ല. വരം എന്താ? പരിശുദ്ധാത്മാവ്. അപ്പോൾ യേശുവിൻ്റെ കൂടെ ഉള്ളവർക്ക് ഒരു അഭിഷേകം കൊടുത്തു. അതിന് പത്രോസ് പറഞ്ഞു, നീ ക്രിസ്തു, എൻ്റെ പിതാവ് വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതുപോലെ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ലോകത്തു നിന്ന് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾക്കേ ഉള്ളൂ, പുറത്തുള്ളവർക്കോ ഇല്ല. അതാണ് ഇവിടെ പറയുന്നത്. വരം ലഭിച്ചവർക്കല്ലാതെ ഇത് മനസ്സിലാകില്ല. പ്രിയപ്പെട്ട TPM സഭക്കാരെ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് ലഭിച്ചെങ്കിൽ ഏതെങ്കിലും വാക്യങ്ങൾ, അഭിഷേകം ലഭിച്ചിട്ടുണ്ട്. സുവിശേഷം കേട്ടാറേ വന്നു, പിന്നെ സ്നാനമേറ്റ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. വേറെ അടുത്ത് പറഞ്ഞു, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ പ്രാപിക്കുക മേൽ. നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവരെ സ്നാനത്തിന് വെള്ളം വിലക്കുവാൻ അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. അത് അഭിഷേകമാണ്. ഈ അഭിഷേകം നേരെ സ്നാനക്കുളത്തിലേക്ക് നയിക്കും. ഓക്കെ. അപ്പോൾ വരം ലഭിച്ചവരല്ലാതെ എല്ലാവരും ഇത് ഗ്രഹിക്കില്ല എന്ന് പറഞ്ഞു. ഇനി അടുത്തത്, അമ്മയുടെ, ഇപ്പോൾ ഇവിടെ സംസാരിച്ചു, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവരുണ്ട്. ഇത് ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ TPM സഭയിൽ പോയിട്ടുണ്ട്. TPM സഭയിൽ കുറേ കാലം പോയപ്പോൾ ഞാൻ ഈ സംശയം കൊണ്ട് അവരോട് ചോദിച്ചപ്പോൾ അവരെന്നോട് വന്ന് ചോദിച്ചു. എനിക്കന്ന് ഒന്നും പറയാൻ പറ്റിയില്ല. ഞാൻ വ്യക്തമായിട്ട് ഇവരുടെ മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾ ഒന്നും ഗ്രഹിക്കാതെ, പരിശുദ്ധാത്മാവിൽ ഇല്ലാതെ, ഗ്രഹിക്കാൻ കഴിയാതെ, വരം ലഭിക്കാതെ ഇരിക്കുന്ന ജനങ്ങൾ ഇരിക്കുന്നത് പോലെ ഒരു 12-13 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇരുന്നിട്ട് ശരിയാ പാസ്റ്റർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. ഇവിടെ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് ഒരു TPM സഭയുണ്ട്. അവിടുത്തെ അവരപ്പച്ചനെന്നാണ് വിളിക്കുന്നത്. അവിടെ ആ ചർച്ചിൽ ഞാൻ കുറേ കാലം പോയിട്ടുണ്ട്. കാര്യം പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, കർത്താവ് ഓരോ സഭകളിലൂടെയും കടത്തിക്കൊണ്ടതെല്ലാം ഓരോന്ന് പഠിപ്പിക്കാനാണ്. പക്ഷേ ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോഴാണ് ഇത് മനസ്സിലാകുന്നത്. ഇനി എന്താ നോക്കുള്ളൂ, പരിശുദ്ധാത്മാവ് ലഭിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ, അതായത് വരം ലഭിച്ചാലേ മനസ്സിലാവുള്ളൂ. ഇനി എന്താണ് ഇത് നോക്കാം. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചവരുണ്ട്. മനുഷ്യർ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുണ്ട്.
സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയവരുണ്ട്. അടുത്തും പറയുന്നത് ഗ്രഹിപ്പാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതെന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായി ജനിച്ചത് ആരാ? ജനിക്കുന്നതിന് മുമ്പേ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ചില ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട്, ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവം ചിലരെ, ഈ ഷണ്ടന്മാരെന്ന് പറയുന്ന വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകാത്തവരെ കുറിച്ചല്ല പറയുന്നത്, ലോകം നിമിത്തം ദൈവരാജ്യം പ്രാപിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ചില പ്രത്യേക ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ലോകത്ത് അന്യം നിന്നവർ, ലോകത്തെ അന്യമായി നിർത്തിയിട്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചവർ. ഒന്ന് യോഹന്നാൻ സ്നാപകൻ, ദാവീദ്, ദാനിയേൽ അവൻ ചുരുളുമായിട്ട് പുറപ്പെട്ടു പോയി. അവൻ വനത്തിലായിരുന്നു. യോഹന്നാൻ സ്നാപകൻ 8-ാമത്തെ വയസ്സിലേ പോയി. അമ്മയുടെ ഗർഭത്തിൽ വെച്ച ഷണ്ടന്മാരാ. അവർ ലോകത്തിൻ്റെ കാര്യം, അവർക്ക് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവാത്തവരെന്നല്ല, ലോകത്തിലൊക്കെയുള്ള കാര്യങ്ങളിലല്ല അവർക്ക് താല്പര്യം, ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് താല്പര്യം. അടുത്ത് കർത്താവായ യേശു ക്രിസ്തു ഗർഭത്തിൽ വെച്ച ഷണ്ടനായിരുന്നു, ലോകത്തോട് മലിനപ്പെടാത്തവരായിരുന്നു. ഇത് യോഹന്നാൻ സുവിശേഷം 17 യേശു പറയുന്നുണ്ട്, പിതാവേ നീ ലോകത്ത് നിന്ന് എനിക്ക് തന്നിട്ടുള്ളവർക്ക്, കണ്ടോ, ഞാൻ ലോകത്ത് ഉണ്ടായിരുന്നു എന്നല്ല, അപ്പോസ്തലന്മാർ ലോകത്തിലായിരുന്നു, ലോകപ്രകാരം ജീവിച്ചിരുന്നു. അവരെല്ലാം കല്യാണം കഴിഞ്ഞവരോ, കുഞ്ഞുങ്ങളുണ്ടായിരുന്നവരോ, എല്ലാവരും ഇല്ലല്ലോ. അവൻ ലോകത്തോട് താല്പര്യം വെച്ച് ലോകത്തിൻ്റെ ഇഷ്ടത്തോടു കൂടെ ജീവിച്ചിരുന്നതിൽ നിന്ന് ലോകത്ത് നിന്ന് നീ എനിക്ക് തന്നിരിക്കുന്നു. ഇനിയോ ലോകത്തോടു കൂടെ ചേർന്ന് ജീവിക്കുന്ന ഈ പുരോഹിതനും സഭകളും എല്ലാം യേശുവോട് പറയാണ്, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ പകയ്ക്കും, നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. എന്നാലോ ഞാൻ നിങ്ങളെ ലോകത്ത്, അതായത് ലോകത്തിൻ്റെ കാര്യവും ആത്മീയ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കൂട്ടരുണ്ട്. അവർ നിങ്ങളെ പകയ്ക്കുന്നു. എന്തുകൊണ്ടാ? നിങ്ങൾ അവരോടൊപ്പം ലോകത്തിലായിരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ അവരുടെ ഇടയിൽ നിന്ന്, അതായത് ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്താക്കി വച്ചിരിക്കുന്നു. ഇപ്പോൾ സ്വർഗത്തിലൊരു വീടും ദൈവരാജ്യത്തിൽ പൗരത്വമുണ്ട്. സീൽ പരിശുദ്ധാത്മാവ് ലഭിച്ചു കഴിഞ്ഞു. അത് മുൻകൂട്ടി യേശുവോടെ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഷണ്ടന്മാരാകുന്നവരുണ്ട്. അവർ ലോകത്തുള്ള ഒരു കാര്യമല്ല. ഇത് അവർ പറയുന്നത് അമ്മയും അപ്പനും സഹോദരി എല്ലാം വിട്ടുപിരിയണമെന്ന്. യേശു അതാ പറഞ്ഞത്, നിന്റെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നവരപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ വചനം പ്രമാണിക്കുന്നവരത്ര എൻ്റെ അമ്മയും സഹോദരങ്ങളും. കണ്ട, ലോകത്തോട് ഷണ്ടനാക്കിയിരിക്കുകയാണ്. വിവാഹം കഴിച്ച് കുഞ്ഞുങ്ങൾ ലഭിച്ചില്ലല്ലോ എന്ന് ചോദിക്കാം. അതല്ല ഇവിടുത്തെ അർത്ഥം. നിങ്ങളെ പിശാച് ദുരുപദേശം പഠിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ജനത്തിന് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരെ ജനിക്കുന്നു എന്ന് പറഞ്ഞത് ഒന്നത് ഇനിയുണ്ട്. ഓക്കെ, അടുത്ത് മനുഷ്യർ ഷണ്ടന്മാരാക്കിയ ഷണ്ടന്മാരുമുണ്ട്. ഇവിടെ മനുഷ്യർ എന്നാണ് പറയുന്നത്, തൊട്ട് താഴെ ദൈവരാജ്യം തമ്മിൽ നിന്നാണ്. ഇത് രണ്ടിൻ്റെ വ്യത്യാസം പറഞ്ഞുതരാം. മനുഷ്യർ ഷണ്ടന്മാരെന്ന് വെച്ചാൽ സന്യാസത്തിന് പോകുന്നവർ, ക്രിസ്തീയ വിശ്വാസത്തിലുള്ള അല്ലാതെ ഭൂമിയിൽ അനേകം വിശ്വാസത്തിലുണ്ട്. അവർ ലോകപരമായിട്ടുള്ളൊരു ജീവിതമൊക്കെ വെടിഞ്ഞിട്ട് ഏതെങ്കിലും മലയിൽ പോയി സന്യസിച്ചിരിക്കും. ഒരു പക്ഷേ അവർ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുള്ളവരായിരിക്കാം. ഏതെങ്കിലും സമയത്ത് ഇനി ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട, ഇനി ആത്മീയ കാര്യം മതി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയി സന്യസിക്കുന്നവരുണ്ട്. അപ്പം മനുഷ്യർ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി സന്യാസത്തിന് പോകുന്നു. എന്നാൽ അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകാം. പലർക്കും കുഞ്ഞുങ്ങളുണ്ട്. ചില ആൾക്കാർ വിശ്വാസത്തിൽ വന്ന ശേഷം പറയും, എനിക്ക് കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഒന്നാം സ്ഥാനം ക്രിസ്തു, കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. അത് എന്താണ്? അത് രണ്ടാമത്തെ കൂട്ടരാണ്. പക്ഷെ ക്രിസ്തുവിൽ ഇല്ലാതെ ഷണ്ടന്മാരാക്കി ലോകത്തോട് താല്പര്യമല്ല ആത്മീയതയോടെന്ന് പറഞ്ഞ് നടക്കുന്നവർ മനുഷ്യർ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയവരുണ്ട്. അടുത്ത് മൂന്നാമത്തെ ഷണ്ടൻ, സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയവരുണ്ട്. ഒരുവൻ സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ യേശു പറഞ്ഞു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലുകയില്ല. അപ്പൊ സ്വർഗരാജ്യം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാമം നിമിത്തം ലോകത്തോട് മാലിന്യം വയ്ക്കാതെ പൗലോസ് എങ്ങനെയായിരുന്നു? അവൻ പിന്നെ ലോകപ്രകാരമല്ല. അപ്പോസ്തലന്മാർ ലോകപ്രകാരമായിരുന്നില്ല. അവിടെ വിവാഹം കഴിക്കാത്തവരെന്നല്ല. ഇനി വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ ശരി, നമ്മളിൽ തന്നെ അനേകം പുരോഹിതന്മാർ ഒരു പ്രായപരിധി കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാവാം. അത് കഴിയുമ്പോൾ ഇനി എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം. എന്താ? ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയവർ. ദൈവരാജ്യം നിമിത്തം തങ്ങളെ തന്നെ അവർ സ്വയം തീരുമാനിക്കുകയാണ്. അല്ലാതെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഷണ്ടന്മാരായ കുഞ്ഞുങ്ങൾ ജനിക്കാൻ കഴിയാതെ, വിവാഹം കഴിക്കാത്ത, ലൈംഗിക ശേഷി ഇല്ലാത്തത് എന്നല്ല. പിശാച് ഈ പുരോഹിതന്മാരിലൂടെ അങ്ങനെ പഠിപ്പിച്ച് കോടിക്കണക്കിന് ജനത്തെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കൊന്നും കൃപം വരം ലഭിക്കാത്തതുകൊണ്ട്, അത് പരിശുദ്ധാത്മ ലഭിക്കാത്തതുകൊണ്ട് ആർക്കും മനസ്സിലാവുന്നതുമില്ല. ഇത് കഴിഞ്ഞ ഇപ്പം ജനുവരി അല്ലേ, 2023 ജനുവരി ഇന്ന് 14. ഓക്കെ, കഴിഞ്ഞ മാസം നവംബറിന് തിരുവല്ല TPMൻ്റെ ഒരു 5000-ഓളം ആൾക്കാർ വന്ന കൺവെൻഷന് ഞങ്ങളവിടെ പോയിരുന്നു. അവിടെ ഒരു ലഘുലേഖ വിതരണം ചെയ്തു. അവിടെ പറഞ്ഞിരുന്നു, ഈ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ TPM പുരോഹിതരോ വന്ന് ട്രാക്ട് അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട്
ഒരു TPM പുരോഗതി 1-2 കാര്യങ്ങൾ പറഞ്ഞു. 144,000 പേർ യഹൂദന്മാരെ കണക്കല്ലേ, അത് TPM പുരോഹിതരോ അല്ല എന്ന് പറഞ്ഞു. ഇത് ധാരാളം കൊടുത്തതിന് ശേഷം അതിലുള്ള പുരോഹിതന്മാർ ചിലർ കണ്ടുവന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ അവർ വെല്ലുവിളിച്ച് ധൈര്യമുണ്ടാവാ, ഞാൻ നിങ്ങൾക്ക് വചനം പഠിപ്പിച്ചാൽ തിരുവനന്തപുരത്തുള്ള 1-2 ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞു, നിങ്ങളുടെ സ്ഥലം അവിടെ തിരുവനന്തപുരമാണ്, നിങ്ങൾ പോയി വചനം പഠിക്ക്, ഞങ്ങൾ തന്നെയാണത്. ഞാൻ പറഞ്ഞു യഹൂദന്മാരല്ലേ, വാ ഞങ്ങൾക്ക് വചനം പഠിപ്പിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് കുറേ സമയം നിർബന്ധിച്ച് കയ്യിലൊക്കെ കയറി പിടിച്ചു. ഇത് നിങ്ങളുടെ ട്രാക്ടർ കൊടുക്കരുത്, ശരി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറഞ്ഞ ശേഷം ഇവർ പിന്നെ അകത്ത് പോയി ചെന്ന് കുറച്ച് തടിയന്മാരെ, കുറച്ച് പാസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് അവിടെ ഭയങ്കര വിഷയമൊക്കെ ആയി. തിരുവല്ല കഴിഞ്ഞ ഡിസംബർ 13-14 എന്താണെന്ന് തോന്നുന്നു. ഓക്കെ, തിരുവല്ല കൺവെൻഷൻ, തിരുവല്ല TPMന്റെ കൺവെൻഷൻ സമയത്ത് അവസാനത്തെ ദിവസവും ഒടുവിൽ അങ്ങനെ ആ പുരോഹിതന്മാരെല്ലാം വന്ന് നിർബന്ധിക്കുന്നു, വാ നിങ്ങൾക്ക് വചനം പഠിപ്പിച്ചുതരാം. ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ക്രിസ്ത്യാനിയാണോ എന്ന് പരിശോധിക്കുക, നിങ്ങൾ ക്രിസ്ത്യാനിയെ അല്ല എന്ന് പറഞ്ഞു. പിന്നെ ദേഷ്യം ബന്ധപ്പെടുത്ത് ഞാൻ പറഞ്ഞു ശരി വാ, നേരം വെളുക്കുന്നവരെ ഞാൻ ഇരിക്കാം, ഈ ബാക്കിയുള്ള ജനം മുഴുവൻ ഇവിടെ ഇരിക്കണം, നമുക്ക് സ്റ്റേജിൽ പോകാം, ഈ 7 അടിസ്ഥാനങ്ങളെക്കുറിച്ച് തന്നെ സംസാരിക്കാം പറ്റുമോ എന്ന് കേട്ട്. അതിനു മുമ്പ് തന്നെ എനിക്ക് ഈ പ്രസംഗം കിട്ടി. തിരുവല്ല മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ സുൽത്താൻ ബത്തേരി 3-ാം ദിവസത്തെ കൺവെൻഷൻ എനിക്ക് കിട്ടി. ഒരു TPM വിശ്വാസി എന്നെ തന്നതാണ്. അദ്ദേഹത്തോട് ചോദിച്ചു ഇന്നത്തെ ഈ ഒരു വിഷയങ്ങൾ തീരും, 7 ഇപ്പം 4 ആയതേ ഉള്ളൂ, 3 കഴിഞ്ഞേ ഉള്ളൂ, 7 എടുത്ത് തീർത്തും അല്പം ദീർഘിച്ചാലും ഞാൻ 1/2 മണിക്കൂർ വെച്ച് കട്ട് ചെയ്ത് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യും, യൂട്യൂബിലും പോസ്റ്റ് ചെയ്യും, 1-2 ഭാഗമായിട്ട് ഒറ്റ ഇതായിട്ട് നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അവർ പഠിപ്പിക്കുന്ന ഏകദേശമുള്ള വീഡിയോസ് എല്ലാം എനിക്ക് കിട്ടി. കാര്യം ഞാനിത് പഠിപ്പിക്കുന്നത് അതിൽ നിന്ന് രക്ഷപ്പെട്ട് വരണം. ഞാൻ ശരിയായ വിശ്വാസത്തിൽ വന്ന ശേഷം ഞാനിതിങ്ങനെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഫോണിലൂടെയൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ ജനം പുറത്തേക്ക് വരുന്നത്. ഇതൊരിക്കലും ഒരു ഡിബേറ്റ്, ഇതിനിടയിലൊരു സംഭാഷണമൊക്കെ നടക്കുന്നുണ്ട്. ഡിബേറ്റിന് പോകാൻ പാടില്ല, ഡിബേറ്റ് ചെയ്യാൻ പാടില്ല, ഞാൻ വിശ്വസിക്കുന്ന രീതി അനുസരിച്ചിട്ട്. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് പോകാം. ഞാൻ ഇതുപോലെ സംസാരിച്ചാലല്ലേ തെറ്റ് മനസ്സിലാക്കി ജനം വരുള്ളൂ. എൻ്റെ ചർച്ചയിൽ ഇരിപ്പുണ്ട് ധാരാളം പേര്, പല സഭകളിലുള്ളവരാ. അവരായിരുന്ന സഭകളിൽ അവരങ്ങനെ തുറന്നു പോയെങ്കിലോ? അപ്പം ദൈവത്തിൻ്റെ സത്യം അതിന് വിളിച്ചു പറയാൻ ഒരുവനെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് പരിശോധിക്കും. അപ്പോഴും ഇതേ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നവർ തന്നെ പോകരുത് എന്ന് പറയും. അത് അവരുടെ ഉള്ളിലുള്ള ആത്മാവേന്നൊന്ന് പരിശോധിച്ചാൽ മതി. യേശു പറഞ്ഞിട്ടുണ്ട് ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സൂചന അറിയിക്കാൻ. എവിടെ? ഗോതമ്പിനെ കളപ്പുരയിലേക്ക് ശേഖരിക്കണമെന്ന് അന്ത്യനാളിൽ. ഇതാ സകല ലോകത്തിനും ഉണ്ടാകാൻ പോകുന്ന മഹാസന്തോഷം, നിങ്ങളുടെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് വന്നിരിക്കുന്നു എന്ന് 2000 വർഷം കൊണ്ട് പറയുന്ന സുവിശേഷം അല്ല ഇപ്പം ഞാൻ അറിയിക്കുന്നത്. ഞാനിപ്പോൾ അറിയിക്കുന്നത് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 5 നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതായത് അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക്, അതായത് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരാണ് ഈ ഭൂമിയിൽ കാണുന്ന സഭകൾ മുഴുവനും. അവരിൽ ഒറിജിനൽ സീഡ് ഉണ്ട്. യേശു വിത്ത് വിതച്ചപ്പോൾ മൂടുപടം ഇട്ടുകൊണ്ട് ഒരുവൻ വിത്ത് വിതച്ചു. ഒരു കറുത്ത മനുഷ്യൻ മൂടുപടം ഇട്ടുകൊണ്ട് വിത്ത് വിതച്ചു. ഒരു വെളുത്ത മനുഷ്യൻ മൂടുപടം ഇടാതെ വിത്ത് വിതച്ചു. അപ്പം 2 കൂട്ടരുണ്ട്. മൂടുപടം ഇട്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഈ കറുത്ത മനുഷ്യൻ്റെതാണ്. മൂടുപടം വേണ്ട, അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകും. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം വായിച്ചു നോക്കുക. മൂടുപടം എന്നതോ കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. അതായത് കർത്താവിങ്കിലേക്ക് ദൈവസഭയിൽ വാങ്ങുമ്പോൾ നീങ്ങിപ്പോകും. ക്രിസ്തുവിൽ മൂടുപടം നീങ്ങിപ്പോകും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ വിത്ത് എവിടെയാണ് പുതിയ നിയമസഭയിൽ വിതച്ച എവിടെയെന്ന് വെച്ചാൽ അപ്പോസ്തലൻ പറഞ്ഞ 4:12 വായിച്ചു നോക്കുക. അതാണ് മൂടുപടം ഇല്ലാതെ യേശുക്രിസ്തു വിതച്ച വിത്ത്. സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം കർത്താവായ യേശുക്രിസ്തു ഒരു വിത്ത് വിതയ്ക്കുകയാണ് ഭൂമിയിലേക്ക് പുതിയ നിയമസഭയിൽ. അപ്പോൾ തന്നെ കള്ള പുരോഹിതന്മാർ അവിടെ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, സന്നദ്ധ സംഘം, സദൂക്യർ, മൂടുപടം ഇട്ടുകൊണ്ട് നിൽക്കുന്ന പിശാചിന്റെ മക്കൾ അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാർ വന്നിട്ട് പറയാണ് ഈ നാമം ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിക്കാൻ, ഈ നാമം കർത്താവായ യേശുക്രിസ്തു നാമം ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിക്കാൻ യാതൊരു മനുഷ്യനോട് ഇത് സംസാരിക്കരുത്. യേശു എന്ന നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. ഇതാണ് സാത്താന്റെ വിത്ത്. അപ്പം മൂടുപടം ഇടുന്നവർ ഇന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാണ് സ്ഥാനപ്പെടുന്നത്. കർത്താവായ യേശുക്രിസ്തു നാമത് സ്ഥാനപ്പെടില്ല. അവിടെ മൂടുപടം നീങ്ങിപ്പോയിട്ടുമില്ല, ഹൃദയത്തിൽ കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 തരം വിത്ത് ഒന്ന് സഭകളിൽ ഇരിപ്പുണ്ട്. അങ്ങനെ ഉള്ളതിൻ്റെ ഇടയിൽ ദൈവത്തിൻ്റെ ആടുകളെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനാണ് ഞാൻ ഈ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ക്രിസ്തുവിന് വേണ്ടി സംസാരിക്കുകയാണ്. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞല്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സംസാരിക്കാൻ എഴുന്നേൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ദൈവരാജ്യ നിമിത്തം ഷണ്ടന്മാരാക്കിയവർ, തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കിയവർ, ജനനം മുതൽ ഷണ്ടന്മാർ 3 പേരെ കണ്ടല്ലോ. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് മനുഷ്യർ തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കി എന്നുള്ളതുണ്ടല്ലോ. അവർ പരിത്യജിച്ച് കുഞ്ഞുങ്ങളും ഉണ്ടാവാം, ഒരു പരിധി അവന്നതിന് ശേഷമായിരിക്കാം, പ്രായമുള്ളവരായിരിക്കാം. പക്ഷെ അവർ ലോകത്തോടുള്ള ബന്ധം വിട്ടിട്ട് ലൗകിക കാര്യങ്ങളിലോ ഒന്നുമല്ല, അതായത് ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഒന്നുമല്ല, അവർക്ക് സ്വസ്ഥമായി എടുത്ത് പോയി ധ്യാനിക്കണം. അങ്ങനെ പോയവരാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ വെളിപ്പാട്. ഇവരതിനെ തെറ്റിച്ച് പറയുന്നവർക്ക് വരം ലഭിച്ചിട്ടില്ല. അപ്പോൾ വിവാഹം കഴിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം കഴിച്ചാൽ മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്താണ്? പിടിക്കപ്പെടും.
അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുന്നത് നന്ന് എന്നാണ്. അല്ലാതെ TPM പുരോഹിതന്മാർ, എല്ലാ പുരോഹിതന്മാർ, കത്തോലിക്ക സഭയും പറയുന്നുണ്ട് വിവാഹം കഴിക്കാതിരിക്കണമെന്ന്. ഇതെല്ലാം പൈശാചിക ഉപദേശമാണ്. എന്നെ പണ്ട് അവർ പഠിപ്പിച്ചപ്പോൾ ഞാനും മിണ്ടാതിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിച്ചതിന് ശേഷമാണ് മനസ്സിലായത് ഇതൊക്കെ തെറ്റാണെന്നുള്ളത്. ഓക്കെ, ഇനി അവരുടെ 4ാമത്തെ ഉപദേശം എന്താണെന്ന് നോക്കാം. 4ാമത്തെ ഇത് ശ്രദ്ധിച്ചോളണം, ഇവർ പറയുന്നതാണ്. അല്പം വിശദീകരിക്കും, ഇനിയിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തീരും. 4ാമത്തത്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കും. അതായത് TPM സഭ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നതാണ്. ശുദ്ധ ഭോഷ്ക്, ഇവരുടെ വായിൽ ഭോഷ്ക് ഇല്ല, കളവ് പറയില്ല എന്നാണ് ഇവർ പറയുന്നത്. മുഴുവൻ ഭോഷ്കും കളവുമാണ്. എൻ്റെ ബന്ധത്തിലുള്ള 1-2 ഇന്ന് വിളിച്ചു, എനിക്ക് വാട്സപ്പിൽ അയച്ചു. എൻ്റെ റിലേറ്റീവ്സിൽ ധാരാളം പേര് TPMലുണ്ട്. എന്നെ വീട്ടിൽ വിളിക്കുന്ന അനിയെന്നാണ്. അവരെനിക്ക് വാട്സപ്പിൽ അയച്ചു, അനി നീ തീയോടാണ് കളിക്കുന്നത്, നീ പെന്തക്കോസ് മറ്റു സഭകളോടല്ല, നീ തീയോടാണ്. അതായത് TPM എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മുടെ ഒരു ഗ്രൂപ്പിലും കുറച്ച് പേര് പറഞ്ഞു, നിങ്ങൾ ചെല്ല് TPMകാരൻ നിങ്ങൾക്ക് തരും എന്ന്. അതായത് മറ്റുള്ള ആൾക്കാരുടെ അടുക്കൽ പോകും പോലെ അല്ല. പ്രിയപ്പെട്ട TPM വിശ്വാസികളെ, നിങ്ങൾക്ക് വചനം അറിയണമെങ്കിൽ വിളിക്കും, ഞാൻ വരാം. നിങ്ങൾ എത്ര 1000 പേര് ഇരിക്കുന്നിടത്ത് വേണമെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും. നിങ്ങൾ ബൈബിളിൽ നിന്ന് എവിടെയെങ്കിലും എടുത്തുകൊണ്ട് വരുന്ന കാര്യങ്ങളല്ല. ഞാൻ നിങ്ങൾക്ക് പുതിയ നിയമസഭയിൽ അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുന്നതിനും നിങ്ങളുടെ ഉപദേശം തെറ്റ് എന്ന് കാണിക്കുന്നതിനുള്ള കാര്യങ്ങൾ കൃപയാൽ കാണിച്ചു തരാൻ പറ്റും. ദൈവകൃപയാൽ വിളിച്ചോ. അതുകൊണ്ട് പേടിച്ചെന്നിരിക്കില്ല. അങ്ങനെ കുറേ പേര് പറഞ്ഞു നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പെന്തക്കോസുകാരൻ, സാധാരണ ഇന്ന് കാണുന്ന പെന്തക്കോസുകാരനല്ല, അത് 6ാമത്തെ സഭയാണ്. ബൈബിളിൽ 7 സഭ പറയും. ഒരു സഭ 7 കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഞാൻ നിൽക്കുന്ന 7ാമത്തെ സഭയിലാണ്. ലവോദിക്ക സഭാകാലത്തുള്ള, ലവോദിക്ക സഭയിലല്ല നിൽക്കുന്നത്, ലവോദിക്ക സഭാകാലത്തുള്ള ദൈവസഭയിലാണ് നിൽക്കുന്നത്. അവിടെ ദൈവം ഒരുവനെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള സകല കാര്യങ്ങളും വെളിപ്പെടുത്തി കഴിഞ്ഞു. ആ സഹോദരന്റെ പേര് വില്യം മാരിയം ബ്രൻഹാം. ഈ പേര് തന്നെ നിങ്ങൾക്കൊരു തടങ്കൽ പറയാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ചതാണ്. ഇതല്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. അദ്ദേഹത്തിലൂടെ കർത്താവ് സകലതും പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ സഭകളുടെ ടീച്ചിങ്ങും പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിച്ചതെല്ലാം അവിടെ കാസറ്റിലും പുസ്തകങ്ങളും ഇരിക്കുന്നു. ഇവരാരും പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പറയും അത് ഡിബേറ്റിന് പോയി, അത് കൊള്ളില്ല, അങ്ങനെ പോകരുതെന്ന് പറഞ്ഞു. പിന്നെ ഇത് ആരറിയിക്കും? ഈ ദൈവജന സത്യം വിളിച്ചറിയും. ഞാൻ ഇതുപോലെ മറ്റ് സഭകളിലിരുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, സണ്ണിച്ചാൻ ഒരു യേശുനാമ സഭയിൽ ഇരുന്നതാ. അവിടെ സ്നാനം ശരിയായിരുന്നു, പക്ഷേ ഉപദേശങ്ങളെല്ലാം തെറ്റായിരുന്നു. ഇതുപോലെ ഒരു ലൈവിലൂടെയൊക്കെ വാട്സപ്പിലൂടെയൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് അദ്ദേഹം സഭ വിട്ടു. കാര്യം മന്ന ആഹാരം തെറ്റായത്. ഏദൻ തോട്ടത്തിൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ മരണം ഇന്ന് വരെ കടന്നു വരുന്നു, ശാപം വരുന്നു, രോഗം പെരുകിക്കൊണ്ടിരിക്കുന്നു, ആശുപത്രികൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, ആക്സിഡന്റ് പെരുകുന്നു, കൊലയും കൊള്ളയും വ്യഭിചാരവും ജാരസംഖ്യ പിണക്കവും എല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നത് ഏദൻ തോട്ടത്തിൽ ഒരു വചനം തെറ്റായി വ്യാഖ്യാനിച്ചപ്പോഴാണ്. ഈ TPM സഭയെ, ഇന്ന് ലോകത്ത് കാണുന്ന സഭയെ നിങ്ങൾ എത്രയോ വചനം തെറ്റായി വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ഈ TPM സഭയിൽ ഞാൻ കുറേ കാലം പോയതാണ്. കർത്താവ് അവിടെ എല്ലാം കൊണ്ടുകിടന്ന് പഠിപ്പിച്ചു. ദേ ഇപ്പോൾ ഞാൻ ഇത് വിളിച്ചു പറയുന്നത് അപ്പോസ്തലന്മാരെ അപ്പന്മാരുടെ വിശ്വാസത്തിലേക്ക് മടങ്ങി വരാനാണ്. 1 കൊരിന്ത്യർ 4:15-16 പ്രകാരം അപ്പോസ്തലന്മാരാണ് നമ്മുടെ അപ്പന്മാർ. ഓക്കെ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ ഇവർ അനുഗമിക്കുന്നു. ഇവരാണോ അനുഗമിക്കുന്നത് നോക്കാം. ഇവരുടെ അത് കേട്ടിട്ട് ഇവരല്ല, ഭോഷ്കാണ് ഇവർ പറയുന്നുള്ള വചനങ്ങൾ കാണിച്ചു തരാം. ഇവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെ, ഇവിടെ 4ാമത്തെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഇവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കണം. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അനുഗമിക്കുക. അത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞത് കേട്ടല്ലോ. അതൊരു നിസ്സാര കാര്യമല്ല, വെറുതെ പറഞ്ഞു വിടുകയാണ്. കുഞ്ഞാട് 4ാമത്തെ യോഗ്യത, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു. ഓക്കെ, ഈ കുഞ്ഞാട് പോകുന്നിടത്തേക്കെയും ഇവർ അനുഗമിച്ചോ? ഈ 144,000 പേർ യഹൂദന്മാരെ അവർ അനുഗമിച്ചോ? എങ്കിൽ അവർ യേശുവിനെ സ്വീകരിക്കുമായിരുന്നു. യേശു പോയ ശേഷം അപ്പോസ്തലന്മാരാക്കിയിട്ട് പോയി അപ്പോസ്തലന്മാരനുസരിക്കുമായിരുന്നു. അതൊന്നും അനുസരിക്കാതെ നിന്നിട്ട് ആ 144,000 പേരെ എടുത്തത് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും എന്ന് വെച്ചാൽ ഇവരെ എടുക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം എവിടെ? കുഞ്ഞാടും സിയോൻ മലയിൽ സ്വർഗത്ത് നിൽക്കുന്ന കാഴ്ചയാണ്. സ്വർഗത്ത് നിൽക്കുന്ന കാഴ്ചയും പിന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട് സ്വർഗത്ത് പോയ ശേഷം പിന്നെ അവർ കുഞ്ഞാടിനോടൊപ്പം നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അത് ഇവരെ ആക്കി തീർക്കുന്നു. ഇവരെ ആക്കി തീർക്കുന്നതിന് എടുക്കുന്ന വചനമാരാണ് നമ്മൾ നടക്കുന്നത്. നമ്മൾ എന്ന് പറയുന്നത് അപ്പോസ്തലന്റെ വിശ്വാസം നിൽക്കുന്ന ഈ ജനം, യേശുവിന്റെ കൂടെ ഇന്ന് നടക്കുന്നു എന്ന് പറയുന്ന പെന്തക്കോസ്തുകാരല്ല, യേശു അയച്ച അപ്പോസ്തലന്മാരെയും കേൾക്കണം. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയതുപോലെ നിങ്ങൾ എന്റെ അനുകാരിയാകുവിൻ. ചങ്കൂറ്റം വേണ്ട ഇങ്ങനെ പറയാനായിട്ട്. അപ്പൊ ഈ കുഞ്ഞാടിനെ അനുസരിക്കണമെങ്കിൽ കുഞ്ഞാട് അയച്ച അപ്പോസ്തലന്മാരെ അനുസരിക്കണം. അനുസരിക്കാത്ത ഒരു സഭയും
കർത്താവിന് യേശുവിനെ അനുസരിക്കുന്നവരല്ല. ഓക്കെ, ഇനി അവരുടെ സംഭാഷണം ശ്രദ്ധിക്കുക. അവിടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, വിശുദ്ധ ലൂക്കോസ് 9:23 കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് സ്വയം ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശെടുത്ത് എന്നെ പിൻഗമിക്കും. നോക്ക്, എന്തൊരു ഭോഷത്തരമാണ് ഇവർ പറയുന്നത്. നോക്കി, ഈ TPM ജനത്തെക്കുറിച്ചൊരു സഹതാപം തോന്നുകയാണ്. ഇത് സ്വർഗത്തിൽ നിൽക്കുന്ന കാഴ്ചയെ അവിടെ നിന്ന് ഇവിടെ തിരഞ്ഞെടുത്തുകൊണ്ട് പോയതിന് ശേഷം 7-ാമത്തെ അതിൽ തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം സ്വർഗത്തിൽ നിൽക്കുകയാണ്. ആ കാഴ്ച ഇവിടെ അവരുടെ പ്രത്യേകതകളെ കുറിച്ച് ഇവിടെ പറയാണ്, അവർ അനുഗമിക്കുന്നതും ഒക്കെ. ഇതൊക്കെ പറയുന്നപ്പോൾ ലൂക്കോസ് വിഷയത്തിൽ 9:23 യേശു പറഞ്ഞ കാര്യം യഹൂദന്മാരോട് തന്നെയാണ് പറഞ്ഞത്. അന്ന് അവരോട് പറഞ്ഞ കാര്യത്തെ ഇവരെടുത്തിട്ട് അത് പിന്നത്തെ അനുസരിച്ച് ആരാണ്? അപ്പോസ്തലന്മാരെ അനുകരിച്ചവർ. നോക്കൂ, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചർച്ചയിൽ പറഞ്ഞതാണ്. യേശു തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അവസാനമാണ് ക്രൂശ് എടുത്തത്. യേശുവിൻ്റെ പിന്നാലെ പോകുന്നവൻ തുടക്കം മുതലേ ക്രൂശ് എടുക്കണം. അവൻ്റെ ജീവിതം ഈ കൂടെ നിൽക്കുന്നതെന്ന് പറയുന്ന വിശ്വാസികളും പുരോഹിതവർഗവും സമുദായവും അല്ലെങ്കിൽ ബന്ധുക്കളും ജനങ്ങളും വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഈ യവൻ കൈക്കൊണ്ട വിശ്വാസം നോക്കൂ. ഒരേ സഭയിൽ ഇരിക്കുന്നതിൽ തന്നെ വിശ്വാസത്തിൽ വ്യത്യാസമുണ്ട്, കൃപാവരത്തിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് പ്രാപിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. അതനുസരിച്ച് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും ശരി തന്നെ, എന്തു തന്നെ ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നാലും തൻ്റെ ക്രൂശ് അത് നിമിത്തം പരിഹാസമുണ്ടാകും. അവൻ ആദ്യം മുതൽ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ടാണ് എന്നെ അനുഗമിക്കട്ടെ. ഇനി ഇവർ പറയുന്ന വചനം ശ്രദ്ധിക്കുക. ഇനി അപ്പോസ്തലന്റെ വചനം പറയുന്നത് തെറ്റാണ്. ഇവർ പറയുന്നത് ഉപദേശിക്കുന്നത് നേരത്തെ മനസ്സ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരു കാര്യം തെറ്റ് പറയുന്നുണ്ട് അവര്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഒരുത്തൻ യഥാർത്ഥമായി ഞാൻ പോകുന്നിടത്തൊക്കെയും എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വയം നിഷേധിക്കണം. എന്ന് വെച്ചാൽ വിശുദ്ധ പൗലോസിന്റെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. വിശുദ്ധ പൗലോസ് അതാ പറയുന്നത്, ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയും തികയ്ക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. എന്റെ പ്രാണന്. എന്റെ പൊന്നു സഹോദര, നിങ്ങൾ ഇങ്ങനെ അടുത്ത് കൂയി വിളിച്ചോണ്ടൊന്നും നിങ്ങളാകില്ല. ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോസ്തലൻ പറഞ്ഞ 20:24 പറയുന്നത്, എങ്കിലും ഞാൻ എൻ്റെ പ്രാണൻ വിലയേറിയത് എണ്ണുന്നില്ല. അത് അദ്ദേഹം അങ്ങനെ തന്നെ വിളിച്ച് പറയാണ്. അക്ഷരത്തിൽ എഴുതിയിരിക്കും, അത് അക്ഷരം കൊല്ലും. അതായത് വെളിപ്പാടുണ്ടെങ്കിൽ മനസ്സിലാകും. ഇവിടെ പ്രാണൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ള പോലെ അറിയാം. അത് നിത്യജീവനാണ്. പൗലോസ് നിത്യജീവൻ വേണ്ടെന്ന് വയ്ക്കുമോ? അത് തിരുത്തിയൊന്ന് പഠിപ്പിക്കാനുള്ള പരിജ്ഞാനം പോലും ഇല്ല. മനുഷ്യന്റെ ജ്ഞാനത്തിൽ ആശ്രയിക്കുകയാണ്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബൈബിളെങ്കിൽ നോക്കി, അവിടെ ലൈഫ് എന്ന്, അതായത് ജീവിതം, അത് ഇതാണ് ഷണ്ടൻ. പൗലോസ് അവൻ്റെ ഈ പ്രയാണത്തിൻ്റെ ശേഷം അവൻ ഷണ്ടനാവുകയാണ്. അവനെ ക്രിസ്തു വിളിച്ചത് നിമിഷം അവൻ്റെ ഷണ്ടനാവുകയാണ്. എങ്കിലും ഞാൻ എൻ്റെ ജീവൻ വിലയേറിയതായി എണ്ണുന്നില്ല. അല്ല, പ്രാണനല്ല, പ്രാണൻ വിലയേറിയതായി എണ്ണിയത് കൊണ്ടാണ് അവൻ ജീവനെ ത്യജിക്കുന്നത്. ഇത് 1 കൊരിന്ത്യരാണെന്ന് തോന്നുന്നു 11 എവിടെ പറയുന്നുണ്ട്, യേശുവിൻ്റെ ജീവൻ എന്നിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ഞാൻ എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഈ മരണം, ഈ വേർപാട് ഞാൻ എൻ്റെ ജീവിതത്തിൽ, ഷണ്ടൻ ജീവിതം കൊണ്ട് ലോകത്തോടുള്ള വേർപാട് എടുത്താൽ മാത്രമേ പ്രാണൻ എന്നിൽ വരൂ. അല്ലാതെ പ്രാണൻ പോലും ഞാൻ വിലയേറിയതായി കാണുന്നില്ല എന്ന് പറയുന്നത്, അത് തിരിച്ചറിഞ്ഞ് ഈ ജനത്തെ പഠിപ്പിക്കേണ്ട പരിജ്ഞാനം പോലും ഇല്ലല്ലോ പാസ്റ്ററെ നിങ്ങൾക്ക്. എൽഡർ റോയ് എം, സുൽത്താൻ ബത്തേരി കൺവെൻഷൻ 2022 നവംബറിലെന്തോ നടന്നതാണത്. ഇതിൻ്റെ ലിങ്ക് കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ നിസ്സാരനായി കാണുന്നു എന്നിട്ട് പറഞ്ഞ്, ഓക്കെ കേൾക്കുക. ഞാൻ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല. ഒരുത്തൻ കുഞ്ഞാടിനെ പിൻഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ പ്രാണനെ ത്യജിച്ചവനായിരിക്കണം. എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന പോലെ, ഞങ്ങൾ ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ഞങ്ങൾ ജീവിച്ചാലും ക്രിസ്തുവിനുള്ളവർ, മരിച്ചാലും ക്രിസ്തുവിനുള്ളവർ. അതാണ് സഹോദര ഷണ്ടൻ. പൗലോസ് ഷണ്ടനാവുകയാണ് ഇവിടെ. അല്ല, ഭാര്യയായിട്ട് വിവാഹം കഴിഞ്ഞ് വിവാഹം വിശുദ്ധമെന്ന് പഠിപ്പിച്ച പൗലോസിലൂടെ തന്നെ, കിടക്ക നിർമ്മലമെന്ന് പഠിപ്പിച്ച പൗലോസിലൂടെ. ആ പൗലോസ് തന്നെ ഇവിടെ പറയൂ, വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്,
അവൻ്റെ പ്രാണൻ ലോകത്തുള്ള ലൗകിക ജീവിതം എല്ലാം വിടാൻ, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവനും എല്ലാ കാര്യങ്ങളും വിവാഹം എന്നതിൽ മാത്രം നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ടാണ് പറഞ്ഞത്. സകല കാര്യങ്ങളും ലോകത്ത് നിന്ന് അവൻ അന്യനായി, അവൻ അവിടെ ഷണ്ടനാവുകയാണ്. അവൻ്റെ ജീവിതം വിലയേറിയതെ അവൻ എണ്ണുന്നില്ല. എന്തിനാണ് നിങ്ങൾ പ്രാണൻ എന്ന് പറഞ്ഞില്ല? ആ വാക്യം ഞാൻ വായിക്കാം. മത്തായി 19:29. എൻ്റെ നാമം നിമിത്തം, അല്ല സോറി, ഇതിൻ്റെ ഇണവചനം കിടക്കുന്നത് മത്തായി 19:29. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വീടുകളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. കണ്ടോ, ഇവിടെ ഭാര്യ ഉപേക്ഷിക്കാൻ പറയുന്നില്ല. അവൻ നിത്യജീവനെയും അവകാശമാക്കും. അപ്പം പ്രാണൻ വിലയേറിയതായി എണ്ണുന്നില്ല. പ്രാണൻ വിലയേറിയതായി, അതായത് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ ശരീരത്തിന് ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം, ജഡത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ മരിക്കും, ആത്മാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ ജീവിക്കുള്ളൂ. ആ ജഡത്തിൻ്റെ ഇഷ്ടം മാറ്റുകയാണ് അവൻ. അവിടെയാണ് അവൻ ഷണ്ടനാവുന്നത്. ലോകത്തിൽ നിന്നുള്ള വേർപാട്, വിവാഹം കഴിച്ചുള്ള ഭാര്യ ബന്ധത്തിൽ നിന്നല്ല. ഇത് യോഹന്നാൻ സ്നാപകൻ, ദാനിയേൽ, യേശു ഇവരെല്ലാം ഗർഭത്തിൽ നിന്ന് തന്നെ ഷണ്ടന്മാരായവരാണ്. ഇനി നിങ്ങൾ തന്നെ ഇവിടെ പറയുന്നുണ്ട്, കേൾക്കുക. സ്വന്തം പ്രാണനെ കൂടെ ത്യജിച്ച് കർത്താവിന്റെ പിന്നാലെ പോകണം. കർത്താവിന്റെ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 19:29 യേശു പറഞ്ഞു, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും ഒരുത്തൻ എന്നെ പിൻഗമിക്കുവാൻ ഇച്ഛിച്ചാൽ, എന്റെ നിമിത്തവും സുവിശേഷ നിമിത്തവും വീടോ അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ സഹോദരിയെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞാൽ ഈ ലോകത്തിൽ ഉപദ്രവങ്ങളോടുകൂടെ 100 മടങ്ങ് വീടുകളെയും സഹോദരന്മാരെയും കണ്ടല്ല, ഇവിടെ മക്കളെയോ വിട്ട് കളഞ്ഞാൽ, അതായത് വിവാഹം കഴിക്കരുതെന്നാണോ? വിവാഹം കഴിഞ്ഞ് മക്കളുണ്ട്. അതായത് എപ്പോഴാണ് അവനെ ക്രിസ്തു വിളിക്കുന്നത്? അത് ഓരോ സമയമുണ്ട്, ഓരോന്നിനും ഓരോ കാലമുണ്ട്. ആ കാലത്തിൽ കർത്താവ് അവനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ മക്കളുണ്ടാകും. അതായത് വിവാഹം കഴിഞ്ഞവനാ, മക്കളുള്ളവനാ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നാം സ്ഥാനം ഇവരല്ല, ഒന്നാം സ്ഥാനം ക്രിസ്തു. ലോകത്തെയും അതിലുള്ളതിനേക്കാൾ ഒന്നാം സ്ഥാനം ക്രിസ്തുവിനായിരിക്കണം. എങ്കിൽ മാത്രമേ കർത്താവ് എൻ്റെ ലോകവും അതിലുള്ളതൊക്കെയും വിട്ടിട്ട് ക്രിസ്തുവിനോട് ചേരുമ്പോഴാണ് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെ നിന്നെ പിന്തുടരുന്നത്. ഓക്കെ, അവിടെ കണ്ടല്ലോ, മക്കളുടെ കാര്യം പറയുന്നുണ്ടല്ലോ, വിവാഹം കഴിക്കാൻ വരുന്നതല്ല. അമ്മമാരെയും അപ്പനെയും മക്കളെയും ഞാൻ അവർക്ക് കൊടുക്കും. അത് ഇവിടെ ഇതിന്റെ അവസാനം ഇവിടെ നാവിന്റെ പിന്നാലെ പോകണം. കർത്താവിന്റെ പിന്നാലെ പോകുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതായത് ഇത് പറയാൻ